സോ ലോട്ട്സ് ഓഫ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ ചെങ്കമച്ചമാർക്കും മോൺസ്റ്റർ ഗെയിമിംഗ് വേണ്ടിയുടെ പുതിയൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്, നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 വീഡിയോ ആയിട്ട് ഇനി ഒറ്റ എസ്കേപ്പും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനി ചാപ്റ്റർ 1 കഴിയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അതാണ് നമ്മുടെ കാർ എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ കാർ എസ്കേപ്പ് ആണ് ഇതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാർഡസ്റ്റും സ്യൂറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ കാർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്ത് കഴിയുമെന്നൊന്നും അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക ഗൈസ്. ഓക്കെ, എന്തായാലും കിട്ടിയാൽ മതി എന്നുള്ളതും വേഗം കിട്ടിയാൽ നമുക്ക് വേഗം ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് സഹകരിക്കുക കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടി തുടങ്ങിയിട്ട് കേസ് നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് നമ്മളെ കുപ്പി അവിടെ ഇട്ടിട്ട് ഒളിച്ചൊക്കെ നിന്നായിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി കേസ്. ഓക്കെ, നമ്മൾ സെൻസിറ്റിവിറ്റി ഒന്ന് റെഡി ആക്കിയിട്ട് സാധനം തിരിയേണ്ട കേസ് എന്തെങ്കിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്രാനി പോകാൻ വേണ്ടി അപ്പോൾ ഇതേ നമ്മൾ ഗ്രാനി വേഗം പോകുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മളെ പരിപാടി തുടങ്ങി കേസ്. എന്തൊക്കെ കിട്ടുന്നൊന്നും അറിയില്ല, വേഗം നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ എന്താ ഓക്കെ, ബാറ്ററി കിട്ടിയോ വേഗം കൊണ്ടുപോയിട്ട് അടി ഡ്രോപ്പ് ചെയ്യുക. വേഗം ഓരോ സാധനങ്ങൾ ഓരോ സമയത്ത് വേഗം ഡ്രോപ്പ് ചെയ്യണം കേസ്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നു. ഓക്കെ, കട്ടിംഗ് പ്ലെയർ ആവശ്യമില്ല. എന്തിനാണ് കട്ടിംഗ് പ്ലെയർ ആവശ്യമില്ലക്ക്? അല്ലെ, ചിലപ്പോൾ ആവശ്യമുണ്ടാവും മുകളിൽ എന്തെങ്കിലും. ഓക്കെ, നമ്മൾ കട്ടിംഗ് പ്ലെയർ നമ്മൾ അടിയിക്കിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഓക്കെ ഗ്രാനി നമ്മൾ കണ്ടിട്ടുമുണ്ട് തേങ്ങ. ഓക്കെ, ഇത് ഓണാക്കാൻ മറന്നു. ഓണാക്കി ഇതെന്താണ് ഗ്രാനി വന്നു. ഈ കേസ് നമ്മളെ ബാറ്ററി കിട്ടി, കട്ടിംഗ് പ്ലെയർ കിട്ടി, നമ്മളെ ഡോർ എസ്കേപ്പ് അല്ല എന്താ പറയാൻ, കാർ എസ്കേപ്പിന് ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് കിട്ടും നിങ്ങൾ പറയുന്നു. നമുക്ക് ഇനി ഹെലികോപ്റ്റർ ഒന്ന് കൈപ്പോയി കാറിൻ്റെ കീ കിട്ടണം. സ്പെഷ്യൽ കീ ആവശ്യമുണ്ട്. മുകളിൽ നിന്നോട്ടെ. ഓ, ഗ്രാനി ഇതേ വരുന്നുണ്ട്. അവിടെ ഇത് തോക്കിൻ്റെ ഒരു പാർട്ട് അവിടെ കണ്ടു ഞാൻ. ഓക്കെ, ഗ്രാനി പിന്നാലെ കൂടാണ് കേസ്. പിന്നാലെ എന്താണ് ചെയ്യുക? ഓക്കെ, ഇവിടെ ഡ്രോയിൽ എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ സ്പെഷ്യൽ കീ കൊണ്ടിട്ട് വേഗം മുകളിലേക്ക് ഇടുക. അത് ആവശ്യം അവിടെ നിന്നോട്ടെ. ഓരോരോ സാധനങ്ങൾ എന്തിനിപ്പോൾ ഞാൻ ഈ റൂമിലേക്ക് കയറിയത് അതാ ചത്ത് കേസ്. പൊട്ടത്തരം ഇങ്ങനെ കാട്ടണം. എന്തിനാപ്പോൾ ഞാൻ ഈ കയറിയത്? ഗ്രാനി പിന്നാലുണ്ട് എനിക്ക് അറിയൂല. പിന്നെ എന്തിനാണ് കയറിയത് കേസ്? രണ്ടാമത്തെ ഡേ എന്തെങ്കിലും പറയണത് കേസ്. ലൈക്ക് അടിക്കുക കേസ്, അല്ലെ ലൈക്ക് അടിക്കാം. പണ്ടാരം ചീവീട് എന്ത് തേങ്ങയാണ് നോക്കും. അത് പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചീവീടുകളുടെ പല സൗണ്ടുകളുണ്ടാവും, അന്ന് നോക്കണം. അപ്പോൾ കേസ് അങ്ങനെ ലൈക്ക് അടിക്കുക കേസ്. ഫുൾ പവറാക്കി കേസ്. ഒരു ലൈക്ക് പോലും കിട്ടുന്നില്ല കേസ്. എന്തെങ്കിലും പറയാം, ഒരു ലൈക്കൊക്കെ കിട്ടുന്നത് എന്താണ് കേസ്? ഒരു ലൈക്ക് അടിക്കൂ പ്ലീസ്. ഒരു ലൈക്ക് അടിച്ചൊന്നും നഷ്ടപ്പെടണമെന്നില്ല കേസ്. പവറാക്കി ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഫുൾ പവറാക്കി നമ്മൾ അടുത്ത ലക്ഷം 200 സബ്സ്ക്രൈബാണ്. ഫുൾ പവറാക്കി നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ 200 സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ പണ്ടത്തെ പരിപാടിൻ്റെ അടുത്ത് ഗ്രാനിയെ പോകാൻ വേണ്ടിയിട്ടാണ്. ഗ്രാനി ഇതേ പോകുന്നുണ്ട്. ഓക്കെ കേസ്, നമുക്ക് വേഗം പോയിട്ട് നോക്കുക കേസ്. അയ്യോ, ചെറുതായിട്ട് പാളിയതാണ്. ഇത് എടുക്കാൻ പറ്റുന്നില്ല, ബ്ലോക്കഡ്. ഓക്കെ, ഗ്രാനി പൊട്ടത്തിയാണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേഗം ആണല്ലോ കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത് സാധനം അവിടെ ഡ്രോപ്പ് ചെയ്ത് തേങ്ങ. ഓക്കെ, ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സംഭവം വേഗം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാനി ഇതേ അടിയിലാണ്. അപ്പോൾ അടിയിലല്ല ഇവിടെ തന്നെ ഉണ്ട്. ഓ, ഗ്രാനിപ്പോൾ എവിടെയാണ് ആവോ? ഓക്കെ കേസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഈ വേഗം പോയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക കേസ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിപ്പോൾ ഗ്രാനി അങ്ങോട്ട് വരും. അതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഓക്കെ സ്പാർക്ക്. ഓക്കെ, മതി. രണ്ടെണ്ണം കിട്ടി കേസ്. ഓക്കെ, 2 കിട്ടി. അതേപോലെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഗ്രാനിനെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. നമുക്ക് 2 കിട്ടി കേസ്. ഇനി നമുക്ക് റെഞ്ചും വേണം, കാറിൻ്റെ കീയും വേണം, പിന്നെ ഗ്യാസ് ഓയിൽ വേണം. ഓക്കെ, അത് 2-3 കിട്ടണം. പിന്നെ മറ്റേ സാധനമല്ല കേസ്, വെഞ്ചിൻ്റെ ആ ഒരു മുന്നിൽ വെക്കുന്ന സംഭവമല്ല, ഒരു വെള്ള സംഭവം, അതും വേണം. അപ്പോൾ സെറ്റാവും. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയ സാധനം വേഗം കാറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഗ്രാനിനോട് വിളിച്ചിരുത്താം. സീനായില്ല കേസ്. ഇവിടെ ഗ്യാസ് ഓയിൽ ഇവിടെ ഉണ്ട്. ഗ്യാസ് ഓയിൽ നമുക്ക് അടിയിൽ പോയി കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഗ്രാനിയെ വിളിച്ച് ഗ്രാനിനെ കാണാമല്ല കേസ്. ഓക്കെ, ഗ്രാനി വേഗം അടിയിൽ കയറി ഉള്ളിൽ കയറിയിട്ട് ഗ്രാനി വന്ന് കേസ്. ഓക്കെ, നമ്മുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടൊരു ഗ്രാനി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം പോവാം. എന്താ അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഗ്രാനിൻ്റെ പിക്ചർ ഉണ്ട്. ഇത് എന്താ ചോദിച്ചാൽ നമ്മളെ പിക്ചർ കുടിക്കുക എന്തോ റിവാർഡ് കിട്ടും തോന്നുന്നുണ്ട്. നമ്മളെ ലാസ്റ്റ് ഡേ ആണ് തോന്നുന്നുണ്ട്. ബോണസ് ഡേ പറഞ്ഞാൽ എന്താ സംഭവം എനിക്കറിയില്ല. അതൊന്ന് അറിയണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേസ്. ഓക്കെ, ബോണസ് ഡേ അല്ല, പിക്ചർ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം, അതിൻ്റെ ഒരു ഉപകാരം എന്നുള്ളത് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ സംഭവം എനിക്കറിയില്ല. എന്തൊക്കെ തോന്നുന്നു ലാസ്റ്റ് ഡേ എന്തെങ്കിലും ഒരു സംഭവം ഈസി ആയിട്ട് എന്തെങ്കിലും വേണ്ട ഐറ്റം ഞാൻ തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഫോട്ടോ ഫുള്ളാക്കി വെച്ചാൽ. ഓക്കെ, എന്തായാലും ഇവിടെ അതേ സോ ഗൈസ്, അപ്പോൾ നമ്മൾ എത്ര എണ്ണം കിട്ടി?
ബാറ്ററി സ്പാർക്ക് ഇത് മൂന്നെണ്ണം കിട്ടി. യെസ്. ഓ നമ്മളെ ബാറ്ററി അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ചെക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ ഇവിടെ നമ്മളെ പാർട്ട് ഗണ്ണ് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടുണ്ട്. പാർട്ട് ഗണ്ണിൻ്റെ ഷോട്ട് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടാണ്. നമുക്ക് വേഗം പോവാം. അയ്യോ വോയിസ് എന്താണ് ഗൈസ്, ഇതൊക്കെ ചാവുകയാണല്ലോ. എന്ത് ചത്തുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളെ ഡേ 3 ആയിട്ടുണ്ട്. വെറുതെ ഡേ കളയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്. ഓക്കെ അപ്പോൾ ഫുൾ പവറാക്കി കാണുക. എന്താ ചെയ്യലേ, നമ്മളെ കളിയൊക്കെ അങ്ങനെ ആയിപ്പോയി. ഓക്കെ നമ്മളെന്തായാലും നമ്മൾ ഡേ 3യിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ 4, 5 4 ഡേയും കൂടി ഉണ്ട്. 2 ഡേയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഇനി ചാവാൻ നോക്കണം. ഓക്കെ അപ്പോൾ ഇതുവരെ ഞാൻ പൊട്ടക്കളി കളിച്ചു. ഇനിയാണ് എൻ്റെ ശരിക്കത് കളി തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും കാണുക. ഓക്കെ അപ്പോൾ വേഗം നമ്മളെ വാതിൽ അടിച്ചിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ പരിപാടി. എന്താ കേസ് ഗ്യാനിന്ന് വരാത്തത്? കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ 2ാം വട്ടം കൊണ്ട് ഇടേണ്ടി വരും. ഗ്രാനിക്ക് അല്ലെങ്കിൽ ചെവി കേൾക്കില്ല കേസ്. അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്ത് ഗ്രാനി നല്ല ചെവി ആവും. അല്ലെങ്കിൽ ഗ്രാനിക്ക് ചെവി കേൾക്കുന്നല്ല. അത് അങ്ങനത്തെ ഒരു ചെകുത്താൻ തന്നെയാണല്ലോ നമ്മളെ ഗ്രാനി. ഓക്കെ ഗ്രാനി പോകുന്നുണ്ട് കേസ്. ഓക്കെ വേം ഗ്രാനി പോയി വേം പരിപാടി ചെയ്താൽ വേം കളി തീർക്കാം. ഓക്കെ അപ്പോൾ നമ്മളെ 3 സാധനം കിട്ടി. ഇനി നമുക്ക് 2 കൂടി കിട്ടണം. ഫ്രഞ്ച് കിട്ടണം. പിന്നെ കാർക്കി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പായി. പെഡ്ലോക്കും കൂടി കിട്ടണം. 3 സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പായി. അവിടെ 1 എന്നുള്ള നമ്പർ കണ്ടിരുന്നു ഗൈസ്. ഓക്കെ അത് നിങ്ങൾ ഓർത്തിക്കുക. ഇത് ലൈവ് അല്ലല്ലോ. എന്തൊക്കെ പറയണേ. പാർട്ട് ഗണ്ണിൻ്റെ ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഷോട്ടല്ല പാർട്ട് ഗണ്ണിൻ്റെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടും. ഓക്കെ പാർട്ട് ഗണ്ണിൻ്റെ ഷോട്ട് എന്നായി പോയി. ഒക്കെ തല തിരിച്ച് തന്നെ പറയുള്ളൂ ഗൈസ്. എന്ത് ചെയ്യും? ഓക്കെ അതപ്പോൾ നമ്മളെ ഞാനിതേ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ അടിയിൽ വരുന്നുണ്ട് കേസ്. വരുന്നുണ്ടേ. ഓടോ ട്രാപ്പ് വിട്ട് ഇവിടെ പിടിച്ച് എടോ എൻ്റെ മോനെ ജസ്റ്റ് മിസ് കേസ്. ഓക്കെ ജസ്റ്റ് മിസ്സിന് പോയി കേസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് നമുക്ക് അടിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ ഇനി പാർട്ടി എടുത്തിട്ട് നമ്മളെ ഷോർട്ട് ഗണ്ണ് കൊടുക്കണം. ഇപ്പോൾ എന്തായാലും വേഗം കൊണ്ടുപോയിട്ട് നമുക്ക് അടിയിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. അതൊക്കെ വേഗം അടിയിലേക്ക് ആക്കിയിട്ടാൽ പിന്നെ അത് ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ നമ്മൾ ഗ്രാനിതേ വന്ന് വോയിസ് മറ്റേതും കൂടി ഇടാൻ നിൽക്കുകയായിരുന്നു. മറ്റേ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടും കൂടി ഇടാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഗ്രാനി വന്നു. ഓക്കെ ഇവിടെ ബുക്ക് ഉണ്ട് കേസ്. ഓക്കെ ബുക്ക് എടുത്ത് എന്തായാലും ഇനിയിപ്പോൾ ആവശ്യമുണ്ട് കേസ്. ഇനിയിപ്പോൾ ബാക്കി എന്തെങ്കിലും കീ ഒക്കെ കിട്ടുന്നത് നമ്മളെ സ്പൈഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഈ വീട് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ഇനി ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് സാധനങ്ങൾ നീക്കാണ്ട്, ഇനി മുകളിലത്തെ ഒരു പലകും പ്ലാങ്ക് നീക്കാണ്ട്, പിന്നെ അടിയിൽ വേറെ പ്ലാങ്ക് നീക്കാണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആകും. പിന്നെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലേ ഉണ്ടാവുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ആ ബുക്ക് വെച്ചത്, അപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം കേസ്. ഓക്കെ അപ്പോൾ എന്താ പരിപാടി, കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് ഇതൊക്കെ എന്തെങ്കിലും വെറുതെ നിൽക്കല്ലേ കേസ്. അപ്പോൾ എടുക്കാൻ വിചാരിച്ചു. അത് നമുക്ക് എന്താ ഡോറിൻ്റെ ആവശ്യമില്ല, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് ഇട്ടതാണ്, കട്ട് ചെയ്തതാണ്. ഓക്കെ എന്നാൽ വേഗം പോയിട്ട് നമ്മളെ തോക്ക് ഫിറ്റ് ചെയ്യുക. ഓക്കെ തോക്കിന് എന്താ കിട്ടിയെന്നൊന്നും അറിയില്ല, എന്തൊക്കെ സംഭവം എന്നൊന്നും ഒരു പിടിയില്ല കേസ്. ഓക്കെ അപ്പോൾ നമ്മളെ തോക്കിൻ്റെ സാധനം വേഗം എടുത്തിട്ട് നമുക്ക് ആ ഒരു സാധനം ഫിറ്റ് ചെയ്താൽ ഗ്യാനിൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേസ്. ഓക്കെ അപ്പോൾ വേഗം തോക്ക് പോയിട്ട് ഫിറ്റ് ചെയ്യുക. ഓക്കെ ഒന്ന് റെഡി. ഓക്കെ ഇനി അടുത്ത് രണ്ടാമത്തെ റെഡി, മൂന്നാമത്തെ. ഓ ഗ്രാനി ഇത് വന്നു കേസ്. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന സമയം വന്നു കേസ് ഗ്രാനി. തേങ്ങ. ഓക്കെ കേസ് ഗ്രാനി വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് എടുക്ക്. ആ സെറ്റ്. ഓക്കെ ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് തോക്ക് കിട്ടും. ഓക്കെ തോക്കിട്ടി. സെറ്റ്. ഇനി ഗ്രാനിനെ കൊല്ലണം കേസ്. അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ആ എങ്ങനെയെങ്കിലും എടുക്കണം, അതാണ് അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ കിട്ടിയിരിക്കുന്നതിന് ബേജാറായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗ്രാനി പിന്നെ ഉണ്ടായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഓക്കെ എടുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേസൊക്കെ സിമ്പിളല്ല, ഒരു ഉണ്ടെടുക്കാനപ്പോൾ ഇത്ര പാടുന്നത്. പക്ഷേ ബാക്കിൽ ആ ഗ്രാനി ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിങ് കിട്ടുന്നില്ല. സോ കിട്ടി. വാ ആ ചിത്തത് ചൂത്തമാരി വറക്കണമൊന്നുമില്ല, ഒറ്റടിക്കന്നെ സാധനം കാലിയായി പോയി. ഓക്കെ അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇനിയിപ്പോൾ മുകളിലൊരു സംഭവം ആക്കാണ്ട്, നമ്മളെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, പിന്നെ ആ സംഭവങ്ങളാക്കാണ്ട് വേഗം കൊണ്ടുപോയിട്ട് അത് സെറ്റാക്കി. പിന്നെ ഞാൻ അടുത്ത് നമ്മളെ ബാറ്ററി വേഗം കൊണ്ടുപോയിട്ട് അവിടെ ഇടാൻ വിചാരിച്ചു. ബാറ്ററിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു സാധനം കൂടി കിട്ടിയാൽ നമ്മുടെ കാർ എസ്കേപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ അതപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു മുകളിലത്തെ ആ സംഭവമില്ല കേസ്, നമ്മുടെ ഇതില്ലേ മറ്റേ സ്ക്രൂ ഡ്രൈവർ ഇടാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ഷോട്ട് കൊടുത്തു, അപ്പോൾ കിടിലായിട്ട് ഷോട്ട് കൊടുത്തപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇതേ ആകാശത്തോട്ട് പറന്ന് വരുന്നുണ്ട്. ആകാശമല്ലല്ലോ നമ്മുടെ അന്തരീക്ഷമല്ല, നമ്മളിത് എന്ത് തേങ്ങെങ്കിലും ആയിക്കോട്ടെ പറന്ന് വന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ നമുക്ക് വേഗം കൊണ്ടുപോയിട്ട് ഇനി
സ്ക്രൂ ഡ്രൈവർ തുറക്കണം. ഓക്കെ, അപ്പോൾ തോക്ക് എന്തായാലും അവിടെ നിൽക്കണം അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ആ ഒരു മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെയാണ് എപ്പോഴും ഗ്രാനി ഉണ്ടാവാൻ ചാൻസ്. അത് ഈ ബെല്ലടിക്കണ ആ ഒരു ഹാളിലാണ് എപ്പോഴും ഗ്രാനി ഉണ്ടാവുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തോക്ക് നിൽക്കണം അത്ര സേഫ് അല്ല. അവിടെ തന്നെ തോക്ക് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് വേഗം സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് തുറക്കുക കേസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ റെസ്റ്റ് ബെല്ലോക്കിൻ്റെ ആവശ്യമില്ല, അതിനാവശ്യം വരുന്നില്ല കേസ്. നമ്മൾ ഓൾറെഡി എസ്കേപ്പ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാനിനെ ഇവിടെ വിളിച്ചെഴുതണം. അടുത്ത ആവശ്യം പറഞ്ഞാൽ നമ്മളെ ഇതാണ് കേസ്. ഓക്കെ, കാർ എസ്കേപ്പിൻ്റെ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഈ റെസ്റ്റ് ബെല്ലോക്ക് ഒന്നും ആവശ്യമില്ല. അന്ന് നമ്മൾ റെസ്റ്റ് ബെല്ലോക്ക് വേണ്ടിയിട്ട് കുറേ തപ്പിയായിരുന്നു. അന്നൊന്നും ഈ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു റെസ്റ്റ് ബെല്ലോക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ കേസ്, അപ്പോൾ എന്തെങ്കിലും മകന്ന് ആലോചിക്കേണ്ട. അപ്പോൾ വേഗം പോവുക കേസ്. ഓക്കെ, ഗ്രാനിതേ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വേഗം കൊണ്ട് നമ്മളെ സ്പൈഡർ കീൻ്റെ ആ ഒരു ഭാഗത്ത് വേഗം കൊണ്ടുപോയി ഇടുക കേസ്. സ്പൈഡർ കീൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നമുക്ക് സ്പൈഡർ കീ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ചാടാം. അതിൻ്റെ അടിയിൽ എന്തോ ഒരു സ്ക്രൂ ഡ്രൈവർ തുറക്കാണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടും കേസ്. ഓക്കെ, ഇനി നമുക്ക് 2 കൂടി കിട്ടണം കേസ്. 2 കൂടി കിട്ടി കഴിഞ്ഞാൽ കാർ എസ്കേപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവണമായിരിക്കും. ഓക്കെ, ഈ ഞാൻ ഈ ചാപ്റ്റർ 1 തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് കളിക്കേണ്ടതൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഗ്രാനി നമ്മൾ പിന്നാലെ കൂടി കേസ്. അപ്പോൾ വേഗം പോയിട്ട് നമ്മളെ ഇതില്ലേ മറ്റേ എന്താ പറയുക, സ്പൈഡർ കീ വേഗം എടുക്കുക കേസ്. ഓക്കെ, സ്പൈഡർ കീ എടുത്തിട്ട് നമുക്ക് വേഗം അടിയിലേക്ക് ചാടണം. ഓക്കെ, നമ്മളെ ഗ്രാനി നമ്മളെ പിന്നാലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ സ്പൈഡർ കീ മുമ്പ് ആക്കി വെച്ചുകൊണ്ട് തന്നെ സ്പൈഡർ കീ അവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. അതായത് ഗ്രാനി അവിടെ പിന്നാലെ വരുന്നുണ്ട്. ആയിക്കൂടെ പോകണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഗ്രാനി പിടിച്ച സീനാണ്. വെറുതെ ആവശ്യമില്ലാതെ നിൽക്കേണ്ട കേസ്. നമ്മൾ മെല്ലെ ചെയ്താൽ മതി. ഓരോ വാതിൽ അടയ്ക്കണമെന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പിന്നെ അടയ്ക്കേണ്ട വിചാരിച്ചു. അടയ്ക്കേണ്ടതല്ല, ഗ്രാനി വന്നപ്പോൾ ഞാൻ പെട്ടുപോയി. ഓക്കെ 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 ഓക്കെ, സെറ്റ് ഫുൾ പവർ. അപ്പോൾ നമ്മളിത് നമ്മളെ റെസ്റ്റ് ബെല്ലൊക്കെ അല്ലാത്ത സ്പൈഡർ കീ കൊണ്ടുകൊണ്ട് നമ്മളിതാ ഈ സംഭവം തുറക്കാൻ പോവാണ് കേസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ പോവാണ്. അപ്പോൾ കേസ്, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ. ചാടുന്നതിൻ്റെ മുന്നേ ലൈക്ക് ചെയ്യണം കേസ്. അവിടെ ഇതിനുള്ളിലേക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് അത് കിട്ടിയിട്ട് കാര്യമില്ല. പ്ലേ ഹൗസ് കീ ഇല്ലാതെ എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇവിടെയൊക്കെ നോക്കിയൊക്കെ എന്തെങ്കിലും ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതാണ് ഇത് പ്രശ്നം. എനിക്ക് വഴി കുറച്ചൊക്കെ മനസ്സിലേക്ക് വഴി അറിയാം, പക്ഷേ ഈ ഒരു സ്പൈഡറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം. സ്പൈഡർ എവിടെ ഉള്ളതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വേഗം പോയിട്ട് ഇത് തുറക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ സെറ്റ് 1 2 3 4 സെറ്റ്. ഓക്കെ, അടുത്തടുത്ത് മതി കേസ്, മതിയല്ലോ. ഇനി ഒന്നും കൂടി കിട്ടിയാൽ നമ്മൾ കാർ എസ്കേപ്പ് ഫുള്ള് കഴിഞ്ഞു കേസ്. അത്രേ ഉള്ളൂ. കാർ എസ്കേപ്പ് മൊത്തം കംപ്ലീറ്റ് ആവും. നമ്മളെ പെല്ലോക്ക് ഫൈനൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്പൈഡർ പോകുന്നുണ്ട് കേസ്. ഓക്കെ, സ്പൈഡറിൻ്റെ ബാക്കിൽ തന്നെ പോകുക കേസ്. സ്പൈഡർ മെല്ലെ അവിടെ നിൽക്കണ, അവിടെ നിന്ന് വേമ്പോ ജസ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ ഒരു സംശയമില്ല കേസ്, തീർന്നു. ഓക്കെ, അപ്പോൾ തിരിയാത്തതുകൊണ്ട് ഭാഗ്യം. ഇനി ഗ്രാനി എവിടെയെങ്കിലും ഉണ്ടാവും. അതേ നിൽക്കുന്ന ഗ്രാനി അത് നോക്കണം. നമ്മൾ ചാടി ചവിട്ടിയിട്ട് ഗ്രാനിനെ നമുക്ക് വേഗം അവിടെ പോയിട്ട് നമ്മളെ ബെല്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. ഇനി ഒറ്റ വഴിയുള്ളൂ, ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ മാത്രമേ ഇനി തുറക്കാനുള്ളൂ. വേറെ ഒരു സ്ഥലവും തുറക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കേസ്. അപ്പോൾ അവിടെയാണ് ഇനി നമ്മളെ ഫ്രഞ്ച് കിട്ടുക കേസ്. ഫ്രഞ്ച് കുട്ടൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടെടുത്തിട്ട് പാറ കേസ്. ഓക്കെ, മുകളിലേക്ക്. അപ്പോൾ ഇവിടെ എന്തായാലും ട്രാപ്പ് ഗ്രാനി ജസ്റ്റ് ഇതിൻ്റെ മോനെ ഏതാ അത് നിങ്ങൾ കണ്ടോ കേസ്. അത് നിങ്ങൾ കണ്ടോ? അതിപ്പോൾ ജസ്റ്റ് ഞാൻ നേരെ നോക്കുകയാണ്. ഇപ്പോൾ എന്താവും എൻ്റെ അവസ്ഥ? ചത്തുണ്ടാവേ. അത് ഞാൻ ജസ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ കറക്റ്റ് കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ നമുക്ക് അടിയിൽ പോയൊക്കെ അവിടെ എന്തോ ഒരു സാധനം ഷോട്ട് ചെയ്താൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതെന്താ നോക്കാം കേസ്. ഓക്കെ, വേഗം പോയിക്കോ. എന്താ അതിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ ഉപകാരമുള്ളത് ഉണ്ടായതിനെ. എടാ ഇതെൻ്റെ ആവശ്യമില്ലടാ, ഇതാവശ്യമില്ല. വുഡിൻ്റെ ആ ഒരു സംഭവം ആവശ്യമില്ല. അത് മറ്റേ സ്യൂവർ എസ്കേപ്പിൻ്റെ ആണ്. ഓക്കെ, അത് ആവശ്യമില്ല നമുക്ക്. സ്യൂവർ എസ്കേപ്പ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തതാണ് ഫ്രഞ്ചിൻ്റെ ആവശ്യം. ഫ്രഞ്ച് മുകളിലുണ്ടാവും. പക്ഷേ നമ്മൾ സ്പൈഡർ നമ്മളെ സ്പെഷ്യൽ കീ കൊടുക്കുന്ന സ്ഥലമല്ലേ, അവിടെ ഉണ്ടാവും കേസ്. അവിടെ ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അവിടെ നമ്മളെ ഫ്രഞ്ച് അവിടെ കാത്ത് നിൽക്കണം കേസ് നമ്മളെ. അപ്പോൾ നമുക്ക് വേഗം മുകളിലേക്ക് പോവാം. പക്ഷേ ഇവിടെ ഗ്രാനി സ്പോണായോ? കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും സ്പോണായിട്ടുണ്ടോ അറിയില്ല. എന്തായാലും നമുക്ക് പരിപാടി ഉണ്ട് കേസ്. ഓക്കെ, വേറെ പരിപാടി ഉണ്ട് എന്ന് നിങ്ങൾ പറയണേ. നമുക്ക് ഈ സംഭവമല്ലേ കേസ്, എന്താ പറയുക, ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് ഈ സംഭവം ചെയ്യണ്ടേ. ലിഫ്റ്റ് കയറിയിട്ട് ഒരു സാധനം തുറക്കാണ്ട്, ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ തുറക്കാണ്ട് ഒരു സംഭവം, ഇവിടെ ഒരു ചെറിയ ബോക്സ് തുറക്കാണ്ട്. ഇവിടെ ഒന്നും ഇല്ലടാ. ഇവിടെ മീറ്റ് ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഇല്ല. അതെന്താ അറിയില്ല. നമുക്ക് ലിഫ്റ്റ് കയറി നോക്കാം. ലിഫ്റ്റിൽ എന്തെങ്കിലും കിട്ടും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സ്പൈഡർ എവിടെയാണ് ഉള്ളത്? സ്പൈഡറിനെ കാണല്ലേ കേസ്. ഓക്കെ,
സ്പൈഡർ പെട്ടെന്നാണ് വരിക. എനിക്ക് മനിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാവില്ല, അതെന്താ സംഭവം എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് വേഗം പോകും. അപ്പം നിങ്ങൾ അവിടെ ഒന്ന് നല്ല നമ്പർ കണ്ടത്. ഓക്കെ, അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. 2 തുറന്നാൽ പണി കിട്ടും. എന്താ ഒന്ന് തുറന്ന് നോക്കാം. അയ്യോ, ഇതല്ല തൊടണ്ടല്ലേ, തൊട്ടത് മാറിപ്പോയി കേസ്. എന്ത് തേങ്ങ. ഇപ്പോൾ പിന്നെ വരണ്ട കേസ്. വന്നു വാ ഒന്ന് തുറന്നോ കേസ്, ഒന്ന് തുറന്നോ. ഏത് തന്നെ കേസ്. ഒന്ന് വിച്ച് ഹാൻഡിൽ കിട്ടി. അയ്യോ, വിച്ച് ഹാൻഡിൽ ഉള്ളിൽ എന്തെങ്കിലും കിട്ടും ഉറപ്പാണ്. ഗ്രാൻഡ് പാ നായിപ്പോയി. സ്പൈഡറിനെ കാണാനല്ലേ കേസ്. ഓക്കെ, നമുക്ക് വേഗം പോവുക കേസ്. സ്പൈഡർ ഇവിടെ ഇല്ല, വേഗം മണ്ട. ഓക്കെ, നമുക്ക് വിച്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് തുറന്നാൽ എന്തെങ്കിലും കിട്ടും. ഹാമർ ആവാൻ ചാൻസ്. ഓക്കെ, അതാവും. ഓർഡർക്ക് അങ്ങനെ തോന്നുന്നതല്ല. എനിക്കിപ്പോൾ അങ്ങനെ കിട്ടാൻ ഫ്രഞ്ച് കിട്ടി, ഹാമർ കിട്ടി. അതിലേതെങ്കിലും ഒന്ന് കിട്ടും, അതൊരു സംശയം വേണ്ട. ഫ്രഞ്ചോ അല്ലെങ്കിൽ ഹാമറോ അതിലേതെങ്കിലും ഒന്ന് കിട്ടും. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഓരോരോ ചലഞ്ച് അടിച്ചിട്ട് ഇനി ചലഞ്ച് ചെയ്തില്ലെങ്കിൽ ഫൈൻ ഉണ്ടാവില്ല കേസ്. അപ്പോൾ ഇനി ചലഞ്ചൊന്നും വേണ്ട. ഓക്കെ, ചലഞ്ചൊന്നും വേണ്ട. ഓക്കെ, ഹാമറോ അല്ലെങ്കിൽ ഫ്രഞ്ചോ കിട്ടും, അത്ര മാത്രം ഓർത്താൽ മതി. പറഞ്ഞില്ലേ ഹാമറോ അല്ലെങ്കിൽ ഫ്രഞ്ചോ കിട്ടും. അതിക്കറിയാലോ കേസ്. ഓക്കെ, അത് ഓൾറെഡി അറിയാലോ. നമ്മളൊരു കണക്ക് കൂട്ടലാണ്. ഓക്കെ, അപ്പോൾ ഹാമർ കിട്ടിയിട്ട് കേസ്. ഗ്രാനി വന്നു. അതെപ്പോഴാണ് ഗ്രാനി കണ്ട്? ഗ്രാനി വന്നിട്ട് കേസ്. അപ്പോൾ വേഗം പോയിട്ട് നമ്മളെ മുകളിൽ അതന്നെ കേസ്, നമ്മളെ പ്ലാങ്ക് ഒന്ന് റെഡിയാക്കാണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് കിട്ടുക എന്നൊരു പിടുത്തമില്ല കേസ്. ഓക്കെ, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല, ഞാൻ പറഞ്ഞുതരാം. മാസ്റ്റർ കീ കാർ കീൻ്റെ ഉള്ളിലാവും ചാൻസ്. അത് എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ സമയം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അത് ഒരു കണക്ക് കൂട്ടല കേസ്. ഓക്കെ, നമുക്ക് ഹാമർ എടുത്തിട്ട് അവിടെ തുറക്കാണ്ട്. ഇവിടെ ഒന്നും ഇല്ലാന്ന് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ്. കണക്ക് കൂട്ടൽ എപ്പോഴും റെഡി ആവില്ല കേസ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വേഗം പോയിട്ട് ഇവിടെ റെഡിയാക്കണം. ഈ ഒരു സംഭവം ഫസ്റ്റ് തന്നെ ഒന്ന് കുത്തി പൊട്ടിച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ പേടിക്കില്ല. ഓക്കെ, ഇവിടെ എന്ത് വാങ്ങണം? കട്ടിംഗ് പ്ലെയർ. ഓക്കെ, കട്ടിംഗ് പ്ലെയർ ഇത് അടി കിടക്കുന്നുണ്ട്. സംഭവം ഉണ്ടല്ലേ തിളങ്ങണേ ഉണ്ട് കേസ്. കട്ടിംഗ് പ്ലെയർ. അപ്പോൾ ഇനി ഗ്രാനിനെ അങ്ങോട്ട് വിളിച്ചെടുത്തിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയർ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആവും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഗ്രാനി നമ്മൾ പിടിക്കും. അപ്പോൾ ഇത് ഗ്രാനി നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് നമ്മളെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേസ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോ വേഗം കൊണ്ടുപോയിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ ഗ്രാനി വന്നു. അപ്പോൾ നമുക്ക് വേഗം കട്ടിംഗ് പ്ലെയർ എടുത്തിട്ട് നമ്മളെ ആ സംഭവമല്ലേ, ആ വയറൊന്ന് വെട്ടണം. ആ വെട്ടിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സേഫ്റ്റി കിട്ടിയിട്ടുണ്ട്. സേഫ്റ്റി കിട്ടിയാൽ പിന്നെ നമുക്ക് ആ സേഫ്റ്റി തുറന്ന് എന്തെങ്കിലും കിട്ടും. എന്തെങ്കിലും കാറിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും കാർക്കി ആവും ചാൻസ്, കാർക്കിയോ റെഞ്ചോ ആവും ചാൻസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേഗം പോയൊക്കെ ഗ്രാൻഡിനോട് വിളിച്ചു വരുത്ത കേസ്. ഓക്കെ, ഗ്രാൻഡി വരുന്നുണ്ടോ? ഗ്രാനി അവിടെ നിൽക്കുന്നുണ്ട് കേസ്. ഓക്കെ, ഗ്രാനി വന്നു വിട്ടോ. അപ്പോൾ ഗ്രാനി അവിടെ പിന്നാലുണ്ട്. പക്ഷെ നമ്മളത്ര സ്പീഡ് ഉണ്ടാവില്ല. ഇപ്പം നോർമലല്ലേ കേസ്. എക്സ്ട്രീമൊക്കെ കാണി ഇവിടെ കിടന്ന് പറയണ്ട. ഓക്കെ, കാർക്കി ഞാൻ പറഞ്ഞില്ല കേസ്. കാർക്കി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ഫ്രഞ്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, മാസ്റ്റർ കീ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അത് വേറെ സംശയമല്ല. നമുക്ക് എന്തായാലും വേഗം പോയി കൊടുക്കുക കേസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു എന്താ പിന്നെ വെള്ള സാധനം ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്രാനിനെ കൊടുക്കുക കേസ്. ഗ്രാനിനെ ഫസ്റ്റ് കൊന്നിട്ട് മതി കേസ് കളികൾ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റേ ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന സൗണ്ട് ഇട്ടിട്ട് ഗ്രാനി വരും വണ്ടിയിൽ. അപ്പോൾ സീനാണ്. അപ്പോൾ നമ്മൾ ഗ്രാനി വന്നു. നമ്മൾ നേരെ ക്ലോസ് ചെയ്തു. നമ്മളെ സ്മോക്കിൻ്റെ സംഭവം ഓണാക്കി നമ്മളതേ പെഡ്ലോക്ക് എടുക്കടാ എടുത്തു. നമ്മുടെ സംഭവം തുറന്നിട്ടുണ്ട്. ഇനി നമ്മളെ സംഭവം അങ്ങോട്ട് തുറന്നിട്ട് നമ്മളെ സ്പാർക്ക് എടുത്തിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യുക കേസ്. എൻജിൻ പാർട്ട് വേണമെന്ന്. എൻജിൻ പാർട്ട് അവിടെ ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്. അതൊന്ന് ഫിറ്റ് ചെയ്തു. ഞാൻ എൻജിൻ പാർട്ട് എടുക്കാം. എൻജിൻ പാർട്ട് എടുത്തിട്ട് എൻജിൻ പാർട്ടല്ല, ഇത് ഫസ്റ്റ് ഇത് നോക്കി കേസ്. 1 മിനിറ്റത്തേക്ക് ഞാൻ നമ്മളെ ചത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം സാധനങ്ങൾ ചെയ്യുക കേസ്. ഇതിലാണ് ടൈം എടുക്കുക ഈ സംഭവം ചെയ്യാൻ, ഈ ഒരു ഓയിൽ ഒഴിക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തിൻ്റെ കേസ് നമ്മൾ വേഗം ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാതും കുടുക്കിൻ്റെ കേസ്. ഓക്കെ, ഇനി നമുക്ക് ഒന്നേലും നമ്മളെ ഫ്രഞ്ച് മാത്രം കേസ്. അപ്പോൾ ഒരൊറ്റ ഇതേ ഉള്ളൂ, മുകളിൽ മാത്രമേ ഇനി തുറക്കാനുള്ളൂ. അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും തുറക്കാനില്ല, അത്രേ ഉള്ളൂ. അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും തുറക്കാനില്ല, വേറെ ഒരു സ്ഥലമില്ല തുറക്കാൻ. വീട് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തു. അത് ഞാൻ അങ്ങോട്ട് പോയില്ല ഗൈസ്. എന്താടാ എടാ പിക്ചർ ഓക്കെ പിക്ചർ വേണോ? പിക്ചർ കൊണ്ടൊരു വാങ്ങാം. ഹാമർ കൊണ്ടൊരു വാങ്ങാം. ഹാമർ ഇതാ ഇവിടെ ഉണ്ട്. എൻ്റെ കയ്യിലാണ് പൈസ. 2000 രൂപ.
ഒരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ഹാമർ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇവിടെ തുറക്കാം. ഇവിടെ എന്താണുള്ളത്? ഓ, ബേർഡ് സീഡ് കിട്ടി. ഇന്ന് ആവശ്യം ഇനിയിപ്പോൾ അതിനുള്ളിൽ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ സുഖമായില്ല കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അത് നോക്കി നോക്കാം. റിമോട്ട് കൺട്രോൾ ഇട്ടിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ഫ്രഞ്ച് ഉണ്ടെങ്കിൽ സമാധാനമായി. ഫ്രഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഫ്രഞ്ച് ഒന്നും ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. അതൊക്കെ നമ്മളെ 8 കാലിൻ്റെ അവിടെ ഉണ്ടാവുള്ളൂ. 8 കാലി പറഞ്ഞാൽ അടിയത്തെ 8 കാലിയല്ല കേസ്, മുകളിൽ 8 കാലിയുണ്ട്. നമ്മുടെ ചെറിയ 8 കാലി ചെറുതാച്ച് ഡേഞ്ചറാണ് കേസ്. ഓക്കെ, എല്ലാം ഡേഞ്ചറാണ്. ചെയിൻ കട്ടർ ആവശ്യമില്ല. ഇവിടെ ഫോട്ടോ ഉണ്ടല്ലോ, ഇവിടെ ഫോട്ടോ ഉണ്ട്. ഇവിടെ നിൽക്കുകയാണ് കേസ്. നമുക്ക് എല്ലാവർക്കും നോക്കി ഫുൾ ചെക്കപ്പ് ചെയ്തു കേസ്. ഓക്കെ, നമ്മളെ തോക്ക് കൂടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മളെ ഗ്യാനിതേ പോവുകയാണ്. നമ്മുടെ സ്പെഷ്യൽ കീം എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നിട്ട് തോക്ക് കൂടെ ഇട്ടിട്ടുണ്ട്. ഗ്യാനിതേ പോകുന്നുണ്ട്. പോകുന്ന സമയം നോക്കി നമ്മൾ വേഗം സംഭവം കുടുക്കിയിട്ടുണ്ട്. നമുക്ക് തോക്കെടുത്തിട്ട് ആ ഒരു ചുവപ്പ് സാധനം ഉണ്ട്, ചുവപ്പ് വട്ടം കുടുക്കി കഴിഞ്ഞാൽ നമ്മൾ വെച്ച് നോക്കാം. അടാ കുടുങ്ങിയില്ലടാ ഗൈസ്. അവിടെ സാധനം ഉണ്ട്, ആ താവണം ഗൈസ്. ആ സാധനം താവണം. കുറച്ച് മുന്നിൽ കയറി വെക്കാം. ഓക്കെ, സെറ്റ് താന്നു. നമുക്ക് എന്തായാലും അവിടെ തുറന്ന് നോക്കാം. ഇനി എന്തായാലും ഒരു ആമോ കൈ പിടിക്കാം. ഗ്രാനി ചിലപ്പോൾ വരും. ഓ, സെറ്റ് മോനെ, സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇനി തുറക്കാനൊന്നും സ്ഥലമല്ല. അതുകൊണ്ട് എന്തായാലും ഫ്രഞ്ച് ഉണ്ടാവും. ഇനി എന്തായാലും നമ്മൾ ഗ്രാനിനെ കൊന്നിട്ട് പോവാം. ഇനിയിപ്പോൾ ഫ്രഞ്ച് എടുത്ത് പോകുമ്പോൾ ഗ്രാനി നമ്മളെ തല വിട്ടും. നമുക്ക് വേഗം ഗ്രാനിയോട് കൊല്ല കേസ്. ഓക്കെ, എന്നാൽ പിന്നെ അതിൻ്റെ ശല്യം ഒഴിഞ്ഞിട്ട് ശുഭാനുഭൂതി 1.30 നമ്മളെ ഗ്രാനി ഡൗൺ ആയിട്ടുണ്ട്. ഇനി അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ ഫ്രഞ്ച് അടുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 1.5 പോക്കാണ് പോകുന്നത്. നമ്മളെ കാർ എസ്കേപ്പ് അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ 1 2 3 4 ചെറിയ സംഭവം കിട്ടേണ്ട ഗൈസ്. 5 അത്രണ്ണം ആയിരുന്നു ഇപ്പോൾ. ഓക്കെ, കിട്ടി. കിട്ടി ഗൈസ്. ഓക്കെ, ഇനി കാർക്കി ഒന്നും വേണ്ട. എന്നാൽ നമുക്ക് ഉള്ളിൽ കയറാം. കാർക്കി ഇവിടെ ഉണ്ട്. അയ്യോ, പുകയാണല്ലോ. കാർക്കി അവിടെ കൈ കാണിച്ചപ്പോൾ ഞാൻ തൊട്ടുണ്ട് ഗൈസ്. കയ്യുമ്മ തൊട്ടുണ്ട്. ഇപ്പോൾ കാർക്കിയുടെ കിട്ടിയിട്ടുണ്ട്. ഒന്നും നോക്കൂല. നമ്മൾ സംഭവം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ റിവേഴ്സ് എടുത്തു. നമ്മളെ ഗ്രാനി ചാപ്റ്റർ 2 തന്നെ വരുന്നത് 1 ജയിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളെ കാർ എസ്കേപ്പ് നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കാത്ത കാർ എസ്കേപ്പ് ഇതേ ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ഇതെന്താ പോലൊക്കെ പൊട്ടുന്നില്ലേ ഗൈസ്. നമ്മൾ പോകുന്ന ഗൈസ്. അപ്പോൾ ലാസ്റ്റിൽ ലൈക്ക് അടിക്കുക, ഷെയർ പോവാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മളെ ഗ്രാനി ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്രാനി നമ്മളെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തുള്ളിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.